ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു സൂചി ഗോതമ്പ് വെച്ചൊരു അടിപൊളി ഒരു അലുവ ഉണ്ടാക്കാൻ പോകുന്നത്. നേരിട്ടങ്ങ് വീഡിയോയിലോട്ടങ്ങ് പോയാലോ, എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റിയ അലുവയും കൂടിയാണ്. വെറും 3 ചേരുവകളൊക്കെ മതി അലുവയ്ക്ക്. 3 ചേരുവകൾ കൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് അലുവ റെഡിയാക്കാവുന്നതാണ്. അങ്ങനെ സൂചി ഗോതമ്പ് 1 മണിക്കൂർ കുതിർത്ത് വെച്ചതും നനച്ചെടുത്തതുമാണ്. കഴുകി വൃത്തിയാക്കി എടുത്തതാണ് സൂചി ഗോതമ്പ്. അതുപോലെ സൂചി ഗോതമ്പ് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, പേസ്റ്റ് പോലെ. വെള്ളം ചേർത്താണ് അരച്ചെടുത്തത്. വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് അതുപോലെ തന്നെ ശർക്കര പാനിയാക്കാൻ വെച്ചിരിക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശർക്കരയൊക്കെ വെട്ടിത്തിളച്ചൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒട്ടുനൂൽ പരുവമായി വരണം. ഒരു പരുവത്തിലാണ് നമ്മൾ ഈ മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര പാനിയൊക്കെ തിളച്ച് മറിച്ചൊക്കെ വരുന്നുണ്ട്. ശർക്കര പാനി തിളച്ച് വരുമ്പോൾ നല്ലോണം നോക്കുക. ഒട്ടുനൂൽ പരുവായ സമയത്ത് നമുക്ക് ഈ മാവ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ മാവ് നല്ല കുറച്ചായിട്ട് പാല് ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം ചേർത്ത് കലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൂചി ഗോതമ്പിൻ്റെ പാല് മാത്രം മതി, ചവറ് വേണ്ട. ചവറ് അരിപ്പ വഴി അരിച്ചൊഴിക്കണം. അതിൻ്റെ പാല് വെച്ചാണ് നമ്മൾ ഈ അലുവ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു വെറൈറ്റി അലുവയും കൂടിയാണ്. സാധാരണ അലുവ തൊട്ടല്ല ഈ അലുവ. അപ്പോൾ അടിപൊളി അലുവയാണ്, നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അങ്ങനെ ശർക്കര എല്ലാം ഇളക്കി യോജിപ്പിക്കുകയാണ്. ശർക്കര പാനിയെല്ലാം ഇതിലൊക്കെ പിടിച്ച് വരുന്നുണ്ട് ആ പാലിലേക്ക്. അങ്ങനെ കുറേ നേരം ഇളക്കി കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിൽ വരും. ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത്. വീണ്ടും ഇളക്കുക. അങ്ങനെ ആവശ്യത്തിനാണ് നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അലുവയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് നല്ലവണ്ണം ഇതുപോലെ വരുന്നുണ്ട്, പുകയൊക്കെ. അങ്ങനെ അലുവയൊക്കെ ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു പരുവത്തിൽ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത്, ബ്രൗൺ കളറാണ് കിട്ടിയിരിക്കുന്നത്. അടിപൊളി ഒരു അലുവയും കൂടിയാണ്. ചെറിയൊരു കറുപ്പുമുണ്ട്, കാണാവുന്നതാണ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഉറപ്പായും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ വീഡിയോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കശുവണ്ടിയൊക്കെ നമ്മൾ വറുത്തിട്ടുണ്ട്. അലുവയൊക്കെ നമുക്ക് വെയിലോട്ട് മാറ്റാവുന്നതാണ്. സെർവിങ് വെയിലോട്ട് മാറ്റി സെറ്റാക്കാൻ വെക്കാം. ഞാൻ എത്ര മണിക്കൂർ സെറ്റാക്കാൻ വെക്കുന്നു അത്രയും മണിക്കൂർ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിൽ കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ അലുവ കോരി ഇടുകയാണ് പാത്രത്തിലേക്ക്. വീഡിയോ നോക്കി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അങ്ങനെ അലുവയെല്ലാം കോരി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊരു 1 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇതൊന്ന് മുറിച്ച് നോക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ മുറിച്ച് നോക്കിയതാണ്. ചൂടൊന്നും പോയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് മുറിച്ചത്. ചൂട് പോയിട്ട് വേണം മുറിക്കാൻ. ചൂട് പോയിട്ട് മുറിക്കണം, അതാണ് നല്ലത്. അടുത്ത വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. ബൈ ബൈ.